ഹായ് വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ദോശയും പൊട്ടാറ്റോ ബാജി ഉണ്ടാക്കിയാലോ വിചാരിച്ച്. മസാല ദോശക്കെല്ലാം ഉണ്ടാകുന്നില്ല അങ്ങനെ ആ ഒരു ടൈപ്പ്. അപ്പോൾ ദോശൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിന്. പിന്നെ പൊട്ടാറ്റോസ് കുറച്ച് ഒരു നാല് വലിയ സൈസ് എടുത്തിട്ട് കഷ്ണങ്ങളാക്കി കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച്, പിന്നെ ഒരു പാന് വെച്ച് അതിലേക്ക് ഫസ്റ്റ് ഉഴുന്ന്, പിന്നെ ഉഴുന്നിട്ട് പൊട്ടിച്ച ശേഷം കടുക്, വറ്റൽമുളക്, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ കറിവേപ്പ്, ഉള്ളി, ഇത്ര സാധനമാണ് ഇതിലേക്ക് വേണ്ടത്. നന്നായിട്ട് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത ശേഷം നല്ലോണം സോട്ടാവേണ്ട ആവശ്യമില്ല, കുറച്ച് ശേഷം ഈ കുക്കറിൽ പുഴുങ്ങി വെച്ച പൊട്ടാറ്റോസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പുഴുങ്ങിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഈസി റെസിപ്പിയാണ്. പെട്ടെന്ന് പൊട്ടാറ്റോ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൊട്ടാറ്റോ ബജിയാണ്. പിന്നെ അതിട്ട് കൊടുത്ത് പിന്നെ മൂടി വെക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുക. എന്നിട്ട് ഒന്നും കൂടി ചെറിയ സിമ്മിലിട്ടിട്ട് ബോയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ സ്മാഷ് ചെയ്യുക പൊട്ടാറ്റോനെ. ദാറ്റ്സ് ഓൾ. കഴിഞ്ഞ്. ഈസി റെസിപ്പി. ഇത് ദോശയോ അപ്പോൾ പിന്നെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ച് കഴിച്ചു. അതൊന്ന് കഴിച്ചാൽ തന്നെ വേറെ ഫുള്ളാവുമല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ലെറ്റ് ഇറ്റ് ബി ഇംപെർഫെക്റ്റ്. എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആണെന്നില്ല വിമൺ. പറ്റാത്ത സമയത്ത് കംഫർട്ട് സോണിലിരിക്കുക, പറ്റുന്ന സമയത്ത് ഉണ്ടാക്കുക, കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് മരം മുറിക്കാൻ വന്നിട്ടുണ്ടായിന്. അങ്ങനെ മരം മുറിക്കുന്ന വീഡിയോസാണെന്നതെല്ലാം. അങ്ങനെ മരമെല്ലാം മുറിച്ച് പിന്നെ കുറേ ഇലയെല്ലാം ഉണ്ടായിന്, അതെല്ലാം അടിച്ച് വാരാനുണ്ടായിന്. എൻ്റെ മോന് ഫസ്റ്റ് മാച്ചെടുത്ത് അടിച്ച് വാരാൻ പോകുന്നത്. ബോയ്സിനെല്ലാം ട്രെയിൻ ചെയ്യണമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ നല്ല കല്ലുമ്മക്കായി തിന്നാൻ വിചാരിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ പിന്നെ നമ്മൾ ഹോം ടൗണിൽ തന്നെ നല്ല കല്ലുമ്മക്കായി കിട്ടുന്ന സ്ഥലമുണ്ട്, പാലക്കുന്ന് റെയിൻബോയിൽ. പിന്നെ അങ്ങോട്ട് പോയി, ഒന്നും നോക്കിയില്ല. അങ്ങനെ അടുത്ത കല്ലുമ്മക്കായും കഴിച്ച് ചായയും കുടിച്ച് നേരെ വന്ന് പിന്നെ മഗ്‌രിബെല്ലാം നിസ്കരിച്ച് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ പോവാൻ വിചാരിച്ച്. ഒന്നും ഉണ്ടാക്കിയില്ല, മടിയായി. പിന്നെ അന്നത്തെ ദിവസം ഒന്നും ഉണ്ടാക്കിയില്ല, പിന്നെ ഫുള്ള് മടി തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു ഡിന്നർ ഡേറ്റ് ആയാലോ വിചാരിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് 2 പേർക്കും, എൻ്റെ മോനിക്കായാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡ് സ്പോട്ടാണ് ഇത്. കാസർഗോട്ടുകാർക്ക് ഏറ്റവും പ്രിയം ഉള്ള ഗോൾഡൻ ബേക്കറി. അങ്ങനെ ഇത് മേൽപ്പറമ്പാണ് കേട്ടോ, കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അവിടെ എൻട്രിയിൽ തന്നെ ഫുൾ ബേക്കറി, ചോക്ലേറ്റ്സ്, പിന്നെ അവിടുത്തെ മെയിൻ കോഴ്സ് എല്ലാം ഒരു വലിയ ചില്ലുംകുട്ടിയിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിഷ് മാംഗോ കറി, ഹനൻ ചിക്കൻ മോണിക്ക, അങ്ങനെ എന്തെല്ലാം ഉണ്ട് ഇപ്പം വെറൈറ്റി. ഇവിടെ ഓരോരോ ദിവസം ഓരോ വെറൈറ്റി ഓഫ് ഡിഷസ് ഇവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങനെ താഴെ സീറ്റെല്ലാം ഫുള്ളായിരുന്നു. പിന്നെ മുകളിൽ പോയി. അപ്പോൾ അവിടെ നല്ല സീറ്റ് ഉണ്ടായിന്. ഇല്ലെങ്കിൽ ഏത് സമയത്ത് വന്നാലും ടേബിൾ റിസർവ്ഡ് ആണ്. പിന്നെ പാർക്കിങ്ങിനൊന്നും ഒട്ടും സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ മോള് അവിടെ കാറിൽ തന്നെ ഉറങ്ങീന്. പിന്നെ ഞാൻ അവിടെ സീറ്റിൽ കിടത്തി. പിന്നെ മഴ നല്ലോണം പെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ അടുത്ത് ഔട്ട് വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ചെറിയ സീസോയിലായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വെയിറ്റ് ചെയ്യുന്ന ഏരിയ ആണത്. അവിടെ മഴയെല്ലാം കണ്ട് പിന്നെ വന്നിരുന്ന് കുറച്ച് സമയം ഞാനും മോനും പസിലിൻ്റെ ഇതിലെല്ലാം കളിച്ച്, പിന്നെ മോനും കുറച്ചവിടെ കളിച്ച്, പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മെയിൻ ഡിഷ് വന്ന്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ബട്ടർ നാനും കേരള പൊറോട്ട, പിന്നെ അൽഫാം, പെരി പെരി അൽഫാം കേട്ടോ. പിന്നെ ഞങ്ങൾ എപ്പോൾ പോയാലും ഓർഡർ ചെയ്യുന്ന പനീർ ബട്ടർ മസാല. നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമി ടെക്സ്ചറായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഫ്രാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടതിന് ബനാന ബെറീസ് ഫ്രാപ്പ്. ഒന്നുമില്ല, നമ്മൾ റോബസ്റ്റ് പഴവും പിന്നെ ഈ സ്ട്രോബെറിയും മൾബറിയും പിന്നെ ബ്ലൂബെറീസ് എല്ലാം ഇട്ടിട്ട് ഒന്ന് സ്മൂത്തി പോലെ അടിച്ചെടുക്കുന്നതാണ്. ഹെൽത്തിയാണ്. പിന്നെ ഈ തണുപ്പെല്ലാം കുടിക്കാൻ പറ്റാത്ത കുട്ടികൾക്കെല്ലാം നല്ലതാണ്. പിന്നെ തണുപ്പ് കുറച്ചിട്ട് അങ്ങനെ ആക്കി കൊടുക്കുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ച് മടങ്ങി പോകുന്ന സമയത്ത് കുറച്ച് ചോക്ലേറ്റ്സ് എല്ലാം വാങ്ങിക്കലുണ്ട്. ഇപ്രാവശ്യം വീട്ടിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടതുകൊണ്ട്
ഇന്ന് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. കുറച്ച് ഒരു സ്കിറ്റിൽസും പിന്നെ 2 കിറ്റ്കാറ്റും പിന്നെ ചുപ്പ ചിപ്സ് അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചത്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആളെണിച്ച് നല്ല ഉഷാറായി. പിന്നെ ഓള് ഫേവറേറ്റ് സോങ്ങാണ് ഓണം മൂഡ്, അത് വെച്ചപ്പോൾ പിന്നെ കൂടി ഉഷാറായി. പിന്നെ ഡാൻസൊക്കെ കളിക്കാൻ കഴിഞ്ഞ് അടുത്തോളം ഉറങ്ങുന്നുണ്ടായ മോളാന്ന്. വീട്ടിലെത്തിയപ്പം ഡാൻസെല്ലാം കളിച്ച് അങ്ങനെ മോന് പിന്നെ പാട്ട് പാടാനായാലും മാഷാ അല്ലാ, ഡാൻസ് കളിക്കാനായാലും ഉഷാറാണ്. വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ അതുകൂടാതെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.